ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 2024 തന്നെ റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ദ ഡ്രാഗൺ കീപ്പർ എന്ന് പറയുന്ന ഒരു കിഡിലൻ ആനിമേഷൻ ചിത്രമാണ്. അനാഥയായിട്ടുള്ള പെൺകുട്ടിയാണ് നമ്മുടെ നായികയായിട്ടുള്ള പിങ് എന്ന് പറയുന്നത്. അവളൊരു ദിവസം രണ്ട് ഡ്രാഗണുകളെ കണ്ടുമുട്ടുന്നു. ഡാൻസി എന്നും പിന്നെ അതുപോലെ തന്നെ ലിയു എന്ന് പറയുന്ന രണ്ട് ഡ്രാഗണുകൾ. അവരുടെ അവസാനത്തെ മുട്ട, അതായത് മനുഷ്യന്മാർ ഇവരെ തടവിൽ പാർപ്പിച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ മുട്ട സംരക്ഷിക്കാനായിട്ട് നമ്മുടെ പിങ്ങിനെയാണ് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മുട്ടയെയും ഡ്രാഗണുകളെയും സംരക്ഷിക്കാനായിട്ട് നമ്മുടെ പിങ് നടത്തുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികത നിറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു ദ ഡ്രാഗൺ കീപ്പർ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മാസ്റ്റർ ലാനെയാണ് കാണിക്കുന്നത്. അയാളൊരു ദുഷ്ടനായിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് സെർവൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു കുട്ടിയാണ് നമ്മുടെ പിങ്. അവളൊരു അനാഥയായിരുന്നു. ഒരു നീല ദ്രാവകം പോലുള്ള എന്തോ ഒന്ന് മാസ്റ്റർ ലാൻ അവിടെ വന്നിട്ട് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് കഥയുടെ പിന്നീട് പറയാം. ആ ദ്രാവകത്തിന് പകരമായിട്ട് കുറച്ച് സ്വർണ്ണ നാണയങ്ങളൊക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു താവളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം ഈ ഒരു പിങ്, ഈ ഒരു പെൺകുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഈ ഒരു മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ലാമ എന്ന് പറയുന്ന, അവരെ ഈ ഒരു കുഞ്ഞിനെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് കൗൺസിലർ ഡിയാവോനും പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ്. എന്തോ ഒരു വലിയ വ്യാധി വന്നിട്ട് ഈ അമ്മ മരിക്കാനായിട്ട് പോകുമ്പോൾ തന്നെ മകൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ഈ ഒരു കൗൺസിലർ ഡിയാവോൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കോ ഇങ്ങനെ സംഭവിച്ചു, നിനക്കും ഈ ഒരു മരണം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിയാവോ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാൻ ആ ഒരു മറുമരുന്നും കാര്യങ്ങളും അത് ക്യൂർ ചെയ്യാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ കുഞ്ഞി പിങ് അങ്ങനെ കുറച്ചും കൂടി ഒന്ന് വളർന്നിട്ടുണ്ട്. അവളുടെ ആ ഒരു ലാമ, ആ ഒരു എടുത്തു വളർത്തിയിട്ടുണ്ടായിരുന്ന ആ അമ്മൂമ്മ ഉണ്ടല്ലോ, ആ അമ്മൂമ്മ അവളെങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നുണ്ട്, മോളെ ഇന്നാണ് നമ്മൾ ഓണേഡ് ഗസ്റ്റിന് ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ടത്, അപ്പോൾ എല്ലാം പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് നീ എന്നെ സഹായിക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സംഭവം ഈ ഒരു ഓണേഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വലിയ ഡ്രാഗണുകളാണ്. ഈ ഡ്രാഗണുകളെ ഈ ഒരു മാസ്റ്റർ ലാനും കൂട്ടരൊക്കെ ചേർന്നിട്ട് അവിടെ കെട്ടിയിട്ടേക്കാണ് ഒരു തുരങ്കത്തിൽ. അതിന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുക്കുന്നത് ഈ ഒരു അമ്മൂമ്മയാണ്. തൻ്റെ വളർത്തമ്മ പറഞ്ഞനുസരിച്ചിട്ട് ആ ഒരു കോഴിക്കൂട്ടിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുട്ടകളൊക്കെ ശേഖരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ കുഞ്ഞനെലി, അതായത് ഹുവാ എന്നാണ് ആ ഒരു കുഞ്ഞനെലിയുടെ പേര്. ആ ഒരു എലിക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവൾ ലാമ, അതായത് ആ ഒരു വളർത്തമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. വളർത്തമ്മയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കൊട്ടയിൽ നിറച്ച് ഈ ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മുട്ടയും വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഒരു കുഞ്ഞനെലി അതിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വെച്ചതിന് ശേഷം ഈ ഒരു കൊട്ട ആ ചുമലിൽ താങ്ങിയിട്ട് പാവ അമ്മൂമ്മ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ ലാൻ ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മുറവിളി കിട്ടിക്കൊണ്ടിരിക്കുക, ഒന്ന് വേഗം വാ തള്ളേന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവ അമ്മൂമ്മ ഇതൊക്കെ ചുമന്നുകൊണ്ട് പോവുകയാണ്. ഈ ഒരു വളർത്തമ്മ അവിടെ വീണത് കണ്ടപ്പോൾ നമ്മുടെ പിങ് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും മാസ്റ്റർ ലാൻ ആണെന്നുണ്ടെങ്കിൽ ആ അമ്മമ്മേനെ തല്ലാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പിങ് പറയുന്നുണ്ട്, ഇത് ഞാൻ എത്തിച്ചാൽ പോരെ, ഞാൻ അങ്ങനെ ചുമന്നോളാന്ന് പറഞ്ഞിട്ട് അവൾ ഈ ഒരു വലിയ കൊട്ടയും ചുമന്നുകൊണ്ട് ഇവരുടെ പിന്നാലെ പോവുകയാണ്. ഒരുപാട് തടിമാടന്മാർ ഈ ഒരു മാസ്റ്റർ ലാനിനെ ചുറ്റുമുണ്ട്. എന്നിട്ട് അവരൊന്നും ചുമക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇവരൊക്കെ സെർവൻറ്റുകളാണ്. അതായത് ഈ ഒരു ലാമയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിങ്ങും എല്ലാവരും ഈ ഒരു മാസ്റ്റർ ലാൻ്റെ വെറും സെർവൻറ്റുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് അടിമകളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത് പോലെ ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷം ഡ്രാഗണുകൾക്ക് ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പിങ് കാണുന്നത് നമ്മുടെ കുഞ്ഞനെലിയും ഈ ഒരു കൊട്ടയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രാഗണുകളുടെ ഉള്ള ആ കുഴിയിലേക്ക് നമ്മുടെ കുഞ്ഞനെലിയും വീണിട്ടുണ്ടെന്ന് നമ്മുടെ പിങ്ങിന് മനസ്സിലാവുന്നുണ്ട്. പിങ്ങിനെ അവിടെ നിന്ന് ഈ ഒരു മാസ്റ്റർ ലാൻ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ പിങ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പിങ് അവിടെ ഉണ്ടായിരുന്ന ഒരു കൊട്ടയുണ്ടായിരുന്നു, ആ ഒരു കൊട്ടയുടെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാസ്റ്റർ ലാനും കൂട്ടരും പോയിന്ന് കണ്ടപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഒരു കയർ ഉപയോഗിച്ചിട്ട് അതിലേക്ക് ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങുകയല്ല, ആ ഒരു കയറിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് അവളും ആ ഒരു കുഴിയിലേക്ക് കയറിൻ്റെ ഒപ്പം വീണ് പോവുകയാണ്. കുറച്ച് നേരം ഈ ഒരു കയറിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നെങ്കിലും പിന്നീട് അവൾക്ക് അവിടെ നിന്ന് കൈയെടുക്കേണ്ടി വന്നു ആ കയറും വന്ന്. അപ്പോൾ അവൾ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഹുവാ ഓടി വരുന്നുണ്ട് അവളുടെ അടുത്തേക്ക്. അപ്പോഴാണ് ആ ഒരു ഇരുട്ടത്ത് രണ്ട് കണ്ണുകൾ അവൾ കാണുന്നത്. അത് മറ്റാരുമല്ല, ഡാൻസി എന്ന് പറയുന്ന ഒരു ഡ്രാഗണായിരുന്നു. അതിൻ്റെ പെൺ ഡ്രാഗണായിട്ടുള്ള ലിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലിയു എന്ന് പറയുന്ന ആ ഡ്രാഗൻ്റെ വായിലുണ്ടായിരുന്ന ആ മുട്ടയിൽ നിന്നൊരു വെളിച്ചം വന്നിട്ട്, ഒരു ബ്ലൂ വെളിച്ചം വന്നിട്ട് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവൊക്കെ ഭേദമാക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് ഈ ഒരു ഡ്രാഗണുകൾ പറയുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ഒരു മുട്ടയെ രക്ഷിക്കണം, അതായത് ഇത് ലാസ്റ്റ് ഡ്രാഗൺ എഗ്ഗാണ്, അപ്പോൾ ഇത് മോൾക്ക് മാത്രമേ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ, നീയാണ് ശരിക്കുള്ള ഡ്രാഗൺ കീപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ഇവിടുന്ന് നിങ്ങൾ രക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡ്രാഗണുകളുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവൾ മുകളിലേക്ക് എത്തുന്നുണ്ട്.
പറയുന്നുണ്ട്. അവളങ്ങനെ ടാറ്റയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. പോകും വഴി അവളൊരു പ്രകാശം കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് അവൾ എത്തിച്ചേരുന്ന ഒരു പാറക്കെട്ടിലാണ്. ആ ഒരു പാറക്കെട്ടിൽ നോക്കുമ്പോൾ ഒരു മുട്ട, അതായത് ഒരു ബ്ലൂ കളറുള്ള ഒരു മുട്ട, ഡ്രാഗൺ മുട്ട ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അവൾ അതിന് പിന്നാലെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാലയിലെ ലോക്കറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്നതും ഒപ്പം ലിയു എന്ന് പറയുന്ന ആ ഒരു ഡ്രാഗൺ വന്നിട്ട് നീ ഈ ഒരു ഡ്രാഗൺ മുട്ട രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവളൊരു സ്വപ്നം കണ്ടതായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ മാസ്റ്റർ ലാനും കൂട്ടരും എന്തൊക്കെയോ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ബഹളവും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പുറത്ത് പോയി നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. കാരണം അതിൽ ലിയു എന്ന് പറയുന്ന ആ ഒരു ഡ്രാഗൺ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ മരിച്ച ലിയു എന്ന് പറയുന്ന ഡ്രാഗണാണെന്നുണ്ടെങ്കിൽ ഇവർ മാംസമാക്കിയിട്ട് ഓരോ വീപ്പകളിലൊക്കെ നിറച്ചിട്ട് കൊണ്ടുപോകുന്ന കാഴ്ച അവൾ കാണുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവൾ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ തന്നെ അവൾ എണീക്കുന്നുണ്ട്. എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് അവൾ എണീക്കുന്നത്. ഈ ഒരു ഡ്രാഗൻ്റെ മരണത്തോട് കൂടിയിട്ട് രാജാവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പേര് വന്നേക്കാണ്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് കൗൺസിലർ ഡിയാവോ, അത് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിരുന്ന ആ ആള്. പിന്നെ അതുപോലെ തന്നെ വേറൊരാളും കൂടി ഉണ്ട്, ക്വാൻ എന്ന് പറയുന്ന ഒരാൾ. അയാളാണ് ഇവിടുത്തെ ഈ ഒരു രാജാവിൻ്റെ സൈന്യാധിപൻ എന്ന് പറയുന്നത്. മാസ്റ്റർ ലാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ അടുത്താണ് ചായയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞയക്കുന്നത്. ഇവൾ ആ റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ നമ്മുടെ ഡിയാവോ, അതായത് കൗൺസിലർ ഡിയാവോ ആണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡ്രാഗനെ പറ്റിയിട്ടും ഈ ഒരു നീല വെളിച്ചത്തെ പറ്റിയിട്ടും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞനല്ലി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭക്ഷണപാത്രത്തിൽ കയറിയത് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു കുഞ്ഞനല്ലിനെ കൊല്ലാനായിട്ട് നോക്കുമ്പോഴത്തേക്കും പിങ്കിൻ്റെ ആ ഒരു മാലയിൽ നിന്നൊരു നീല പ്രകാശം വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ പാത്രം തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കുഞ്ഞനല്ലി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ കൗൺസിലർ ഡിയാവോയ്ക്ക് മനസ്സിലായി ഡ്രാഗണുകളും ഇവളും തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഈ നിലവിൽ ഇപ്പോൾ ഒരു ഡ്രാഗണോടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഡാൻസി എന്ന് പറയുന്ന ആ ഒരു ഡ്രാഗണെ ഇവൾ മുഖാന്തരം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും എന്ന് വിചാരിച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻ ക്വാനും കൗൺസിലർ ഡിയാവും കൂടി ചേർന്നിട്ട് ഈ ഒരു നമ്മുടെ പിങ്ങിനെ ഈ ഒരു ഡ്രാഗൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പിങ്ങിനെ ഉപദ്രവിക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ ഡ്രാഗൻ ആണെന്നുണ്ടെങ്കിൽ ഒച്ചത്തിൽ കരയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഈ ഒരു പിങ്ങിനെ ഉപദ്രവിക്കുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാഗന് നല്ല രീതിയിലുള്ള ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു ഡ്രാഗണെ പിടിച്ച് കെട്ടിയതിന് ശേഷം നമ്മുടെ പിങ്ങിനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൗൺസിലർ ഡിയാവ ഒരു മുകളിൽ, അതായത് ഈ ഒരു ചുമരിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഡ്രാഗൺ എപ്പോഴൊക്കെ ദേഷ്യം പിടിക്കുന്നു അപ്പോഴൊക്കെ നമ്മുടെ പിങ്ങിനെ ഉപദ്രവിക്കാനായിട്ട് നോക്കുമ്പോൾ ഡ്രാഗൻ്റെ ശക്തിയും കാര്യങ്ങളൊക്കെ ക്ഷയിക്കുന്നുണ്ട്. ഡ്രാഗൻ ആ ചുമരിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ആ ഒരു മുട്ട നമ്മുടെ പിങ്ങിനെ ഏൽപ്പിക്കുന്നുണ്ട്. പിങ് അതുമായിട്ട് കടന്നു കളയാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു മുട്ടയിലാണെന്നുണ്ടെങ്കിൽ കായ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഡ്രാഗൻ ഉണ്ട്. അത് പുറത്തേക്ക് വരാറായിട്ടില്ല. പുറത്തേക്ക് വരണമെങ്കിൽ തന്നെ ഒരു വാട്ടർ ഉണ്ട്. ആ ഒരു വാട്ടറിൽ കൊണ്ടുപോയിട്ട് മുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഈ ഒരു ഡ്രാഗൺ, ഡാൻസി എന്ന് പറയുന്ന ഡ്രാഗൺ നമ്മുടെ പിങ്ങിനെ ഏൽപ്പിച്ചതായിരുന്നു. പക്ഷേ പിങ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ഈ ഒരു കൗൺസിലർ ഡിയാവോയുടെ കയ്യിലൊരു ചിലന്തി ഉണ്ടായിരുന്നു. ആ ഒരു ചിലന്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് നമ്മുടെ പിങ്കിൻ്റെ കഴുത്തിലായിട്ട് കടിക്കുന്നുണ്ട്. അവൾ അപ്പം തന്നെ ബോധം കെട്ട് വീഴാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഡ്രാഗൻ അങ്ങനെ ഈ ഒരു കൗൺസിലർ ഡിയാവിനെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ ഒരു കയ്യിൽ മുട്ടയും മറു കയ്യിൽ നമ്മുടെ പിങ്ങിനെയും പിടിച്ചിട്ട് നീ ഏത് ആദ്യം രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് പിങ്ങിനെയും ആ മുട്ടയും എടുത്തിട്ട് ആ ഒരു കവാടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് എറിയാണ്. അങ്ങനെ ഈ ഒരു ഡ്രാഗൻ താഴോട്ട് കുതിച്ച് ചാടിയിട്ട് നമ്മുടെ പിങ്ങിനെയും അതുപോലെ തന്നെ ഈ ഒരു മുട്ടയും എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിങ്ങിനെ മാത്രമേ രക്ഷിക്കാനായിട്ട് ഈ ഒരു ഡ്രാഗന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു മുട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൗൺസിലർ ഡിയാവോയുടെ കയ്യിൽ കിട്ടിയേക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ക്യാപ്റ്റൻ ക്വാൻ വരുന്നുണ്ട്. ക്വാൻ വന്നിട്ട് പറയുന്നുണ്ട് ഇത് രാജാവിന് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു മുട്ട വാങ്ങുന്നുണ്ട്. ക്യാപ്റ്റൻ ക്വാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡാൻസി എന്ന് പറയുന്ന ഡ്രാഗൻ്റെ ഒരു ചിറകിലേക്ക് അമ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രാഗൻ്റെ ഒരു ചിറകിൻ്റെ അവിടെ ഒരു വലിയ തുള വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രാഗൻ്റെ നിയന്ത്രണം തെറ്റിയിട്ട് ഒരു പുഴയിലേക്ക് വളരെ ശക്തിയോട് കൂടിയിട്ട് നമ്മുടെ പിങ്ങും ഈ ഒരു ഡ്രാഗണും വീഴുന്നുണ്ട്. പുഴയിൽ നിന്ന് കരയിലേക്ക് നമ്മുടെ പിങ്ങിനെ ഈ ഒരു ഡ്രാഗൺ എത്തിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പിങ്ങിനോട് ഈ ഒരു ഡ്രാഗൺ പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ പിന്തുടർന്ന് പോകണം, ഇല്ലെങ്കിൽ കായിനെ രക്ഷിക്കാനായിട്ട് പറ്റില്ല, കായി അവരെങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല, അപ്പോൾ അതിന് ഈ രാജാവിൻ്റെ അടുത്തേക്കായിരിക്കും കൊണ്ടുപോകുന്നത്, അപ്പോൾ അതിന് മുമ്പായിട്ട് രക്ഷിക്കാനായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ പിങ് പറയുന്നുണ്ട് നിങ്ങളെന്താ പറയുന്നത്, എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രാഗൺ പറയുന്നുണ്ട് മോളെ നീ ഇപ്പോൾ ഫ്രീ ആണ്, നീ ഇപ്പോൾ ഒരു സർവൻ ഗേളല്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പിങ് പറയുന്നുണ്ട് ആണല്ലോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ, അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ആണെന്നുണ്ടെങ്കിൽ അവളോട് ഗർജിച്ചിട്ട് പറയുന്നുണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പേടിപ്പിച്ച് നിർത്തുകയാണ്. അങ്ങനെ ഇവർ യാത്ര തുടങ്ങി. ഈ ഒരു യാത്രയിൽ നമ്മുടെ പിങ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ പറയുന്നുണ്ട്, ഡാൻസി എന്ന് പറയുന്ന ഈ ഒരു ഡ്രാഗൺ പറയുന്നുണ്ട് ഒരേ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ
അതുകൊണ്ട് പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കല്ലേ, ഓരോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ പിങ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ നീല വെളിച്ചം? ആ നീല വെളിച്ചം ഒരു സ്പിരിച്വൽ എനർജിയാണ്, അത് ചിലർക്ക് മാത്രമേ കിട്ടുള്ളൂ, അത് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് അത് അവർക്ക് ലഭിക്കുകയുള്ളൂ, അവർക്കാണ് അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അവരായിട്ട് മാത്രമാണ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണോ എന്ന് ചോദിക്കുമ്പോൾ ഡാൻസി പറയുന്നുണ്ട് അതേ മോളേന്ന്. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു പാലം കാണുന്നുണ്ട്, ഒരു പഴയ എന്താ പറയുക കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു പാലം. അതിലൂടെ എന്തായാലും ഡ്രാഗന് നടന്നു പോകാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മുടെ പിങ്ക് നടന്നു പോകുമ്പോൾ തന്നെ ഡ്രാഗനും അതിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്, എന്തായാലും നമ്മൾ താഴോട്ട് വീഴില്ല എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന സമയത്ത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് താഴോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നീലവെളിച്ചത്തിൻ്റെ ആ ഒരു എനർജി ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിച്ചിട്ട് ആ ഒരു കയറിൻ്റെ തുമ്പൊക്കെ യോജിപ്പിച്ചിട്ട് അവിടെ നിന്ന് കയറിയിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പിങ്ക് അവിടെ നിന്ന് കയറി രക്ഷപ്പെട്ടതിന് ശേഷം തൊട്ടപ്പുറത്ത് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു പുതുപുത്തൻ പാലമുണ്ട്. ആ ഒരു പാലം ഉണ്ടായിട്ട് കൂടിയിട്ട് ഈ ഒരു ഡാൻസി എന്ന ഡ്രാഗൻ ഇതുവഴിയാണ് അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് ഇവളുടെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ശക്തി ഒന്ന് പരിശീലിപ്പിച്ചതായിരുന്നു. അന്ന് രാത്രി വിശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ പിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രാഗൻ്റെ ആ ഒരു തുള വീണുണ്ടായിരുന്ന ചിറക് ഒന്ന് തുന്നിക്കെട്ടി കൊടുക്കുന്നുണ്ട്. ക്വാനും കൂട്ടരും, അതായത് ക്യാപ്റ്റൻ ക്വാനും കൂട്ടരാണെന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ ആ ഒരു കൊട്ടാരത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മുട്ടയുമായിട്ട്, ഈ ഒരു ഡ്രാഗൻ്റെ മുട്ടയായിട്ട്. അങ്ങനെ അവരവിടെ എത്തിയിട്ട് ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ തുറന്നതിന് ശേഷം രാജാവിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അപ്പോഴും ഈ ഒരു കൗൺസിലർ ടോവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വാൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. ഈ ഒരു മുട്ടയും കാര്യങ്ങളൊക്കെ ക്വാൻ്റെ കയ്യിലാണല്ലോ, അതുകൊണ്ട് തന്നെ രാജാവിനെ പ്രീതിപ്പെടുത്താനും ഈ ഒരു മുട്ട കൈക്കലാക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പ്ലാനിങ്ങുകളും പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാജാവിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യാധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മുട്ട അദ്ദേഹത്തിൻ്റെ കൈകളുടെ അടുത്ത് എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യാധിയും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൗൺസിലർ ഡോവാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയെ പറ്റിയിട്ട് ഞാൻ കുറച്ച് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, അത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ രാജാവ് സമ്മതിക്കുന്നില്ല. താങ്കൾ പോയിട്ട് കുറച്ച് കവിതകളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞിട്ട് അവനെ വിടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കൗൺസിലർ ഡേവാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. തന്നെ കൊണ്ട് ഞാൻ പോയാൽ എഴുതിപ്പിക്കാടോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ആ ഒരു ക്യാബിനിലേക്ക് പോവാണ്. അതിനിടയിൽ ഒരു ദുരൂഹത നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അയാൾ എന്തൊക്കെയോ പണി ചെയ്യുന്ന ഒരു അറയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു വഞ്ചിയൊക്കെ തുഴഞ്ഞു പോയിട്ട് വേറൊരു സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ പ്ലാനും കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യാനായിട്ട് പോകും, നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. കൗൺസിലർ ഡാവോ അവിടെ എത്തുമ്പോൾ തന്നെ ഒരാൾ ഓടി വരുന്നുണ്ട്. അയാളുടെ പേരാണ് വാങ്ചോ എന്ന്. ഇയാളുടെ തന്നെ ഒരു കൂട്ടാളിയാണ് ഈ ഒരു വാങ്ചോ എന്ന് പറയുന്ന ആൾ. ഈ ഒരു വാങ്ചോ എന്ന് പറയുന്നതും ഒരു ഡ്രാഗൺ കീപ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ കഴുത്തിലും ഒരു ലോക്കറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ലോക്കറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പിങ്ങും ഈ ഒരു ഡ്രാഗണും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യമൊക്കെ നമ്മുടെ വാങ്ചോയ്ക്കും അറിയാനായിട്ട് പറ്റും. ഇത് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ കൗൺസിലർ ഡേവ് ആണെന്നുണ്ടെങ്കിൽ അവരെന്താ പറഞ്ഞതെന്നൊക്കെ ഇവനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം, എന്തിനു വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പിങ്ങും ഡ്രാഗണും കൂടി ചേർന്നിട്ട് ഒരു കോട്ടമതിലിൽ അവിടെ എത്തിയേക്കാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രാഗണുകളെ പറ്റിയിട്ടുള്ള പഴയ കഥകളുടെയൊക്കെ ചുമർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പിങ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് ഡ്രാഗൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഡ്രാഗൺ പറയുന്നുണ്ട്, പണ്ട് മനുഷ്യന്മാരും ഡ്രാഗണുകളൊക്കെ സൈഡ് ബൈ സൈഡ് രണ്ടും ഒന്നായിരുന്നു, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നതായിരുന്നു ഡ്രാഗണുകൾ. പിന്നീട് അവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച, അല്ലെങ്കിൽ ഡ്രാഗണുകളെ അവർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല, ഏത് സമയവും എന്താ പറയുക അങ്ങനെ അപകടകാരിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അതിനെ ലോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തുറങ്കിലടയ്ക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നമ്മുടെ പിങ്ങിൻ്റെ അടുത്ത് ഈ ഒരു ഡ്രാഗൺ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് വാങ്ചോ അങ്ങോട്ട് വരുന്നത്. വാങ്ചോ അങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു സൂത്രം ഒപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളതെന്ന്. പക്ഷേ ഈ ഡാൻസി എന്ന് പറയുന്ന വാങ്ചോയുടെ അടുത്ത് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ വാങ്ചോ ഒരു ഡ്രാഗൺ കീപ്പറാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിങ് ചോദിക്കുന്നുണ്ട് എനിക്ക് കുറേ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന്. ഇതേ സമയം ഇവിടെയാണെന്നുണ്ടെങ്കിൽ അച്ഛനും മോനും, അതായത് രാജാവിൻ്റെ മകനായിട്ടുള്ള ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് ഈ നീല വെളിച്ചം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് വീണ്ടും ആ ഒരു വ്യാധിയും കാര്യങ്ങളൊക്കെ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പിങ്ങും വാങ്ചോയും കൂടി ചേർന്നിട്ട് ആ ഒരു മാജിക് ഉപയോഗിച്ചിട്ട് പിങ് തന്നെ ഒരുപാട് മിന്നാമിനുങ്ങളെ ഒരു കൊട്ടയിലൊക്കെ നിറച്ച് വെക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് നമുക്ക് ഇനി വരും സീനുകളിൽ മനസ്സിലാവും. അങ്ങനെ അന്ന് രാവിലെ ആകുമ്പോൾ പടയാളികളൊക്കെ നോക്കുമ്പോൾ ദൂരെ നിന്നിട്ട് ഒരു ഡ്രാഗൺ അങ്ങനെ വളരെ വേഗത്തിൽ ചീറിപ്പാഞ്ഞ് പറന്ന് വരുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലാവരും പടയാളികളും അവിടുത്തെ ക്വാനാണെന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ ക്വാനാണെന്നുണ്ടെങ്കിലും ആക്രമിക്കാനൊക്കെ റെഡിയായി നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രാഗൺ പാഞ്ഞെടുക്കുമ്പോൾ
നിൽക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പുഴയടക്കം പൊങ്ങി പോവാണ്. സുനാമി പോലെ വന്നിട്ട് ഈ പടയാളികളൊക്കെ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. പടയാളികൾ അമ്പ് ചെയ്യാനൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഡാൻസി എന്ന് പറയുന്ന ഡ്രാഗൺ ചെയ്യുന്നത് വേറൊന്നാണ്. അതായത് ഓടുകൾ ഉണ്ടാവില്ലേ, ഓടുകളൊക്കെ അതിൻ്റെ മനസ്സുപയോഗിച്ച് നിയന്ത്രിച്ചിട്ട് ഒരു ഷീൽഡ് പോലെ അതിൻ്റെ തൊലിപ്പുറത്ത് ഇങ്ങനെ ആ ഓടുകളൊക്കെ വന്നിരുന്നിട്ടാണ് നമ്മുടെ ഡാൻസി രാജകൊട്ടാരത്തിലേക്ക് കടക്കുന്നത്. അപ്പോഴേക്കും കുറച്ച് പടയാളികൾ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, രാജാവെ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും നമ്മുടെ പിങ്ങും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പിങ് വന്നിട്ട് രാജാവിൻ്റെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ രാജാവ് അവളെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ആ പടയാളികളൊക്കെ മാജിക് ഉപയോഗിച്ചിട്ട് നമ്മുടെ പിങ് അവിടെ നിന്ന് വരുതിയിലാക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു മുട്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു അമ്പ് ഏറ്റിട്ട് അവൾക്ക് മരിക്കാനായിട്ട് അവൾ വീഴുകയാണ്. പക്ഷേ അത് അവളുടെ ട്രിക്കായിരുന്നത് പിന്നീട് നമുക്ക് മനസ്സിലാവും. അതായത് ആ അമ്പ് അവൾ കയ്യിൽ പിടിച്ചിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കൊട്ട ഉണ്ടായിരുന്നല്ലോ, ആ ഒരു മിന്നാമിനെങ്ങനെ കിട്ടുന്നുണ്ടായിരുന്ന ആ ഒരു കൊട്ട ആ ഒരു റോട്ടും പുറത്ത് തന്നെ വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്വാനാണെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ചെറിയ പെൺകുട്ടിയെ ഇങ്ങനെ അമ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് പടയാളികളെ ഇങ്ങനെ ചീത്ത പറയുകയാണ്. പക്ഷേ ഈ ഒരു കൊട്ടയും കാര്യങ്ങളൊക്കെ അതായത് അവിടെ മുകളിൽ തന്നെ അവൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മുട്ടയാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ പിങ്ങാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ട്. പിങ് അങ്ങനെ ഈ ഒരു ഭടന്മാരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് റൂമിൽ കയറി നോക്കുമ്പോൾ രാജാവിൻ്റെ മകൻ വന്നിട്ട് ഈ മുട്ട തട്ടിപ്പറിക്കാനായിട്ട് നോക്കുകയാണ്. ഇങ്ങോട്ട് നാടാ ചെക്കാന്ന് പറഞ്ഞിട്ട് അവനും കൊടുക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോന്തയ്ക്ക് നല്ല രീതിയിൽ അടി കൊടുക്കുന്നുണ്ട്. ഇവൻ്റെ മൂക്കാമണ്ടയ്ക്ക് നോക്കിയിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഇവൻ്റെ മൂക്കൊക്കെ നല്ല ചുവന്നിരിക്കണം നമുക്ക് കാണാനായിട്ട് പറ്റും. വാങ്ചോ പറഞ്ഞ അനുസരിച്ചിട്ട് ഇവൾ നേരെ പോകുന്നത് നമ്മുടെ കൗൺസിലർ ഡാവയുടെ ആ ഒരു തുരങ്കം ഉണ്ടല്ലോ, ആ തുരങ്കത്തിലൂടെ പോയിട്ട് അവർ ഈ ഒരു വഞ്ചിയിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കൗൺസിലർ ഡാവോ അവിടേക്ക് വരുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ ആ സ്പൈഡറിനെ ഉപയോഗിച്ചിട്ട് വീണ്ടും ഇവളെ മയക്കി കിടത്തുന്നുണ്ട്. വാങ്ചോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത് മനഃപൂർവ്വം ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇയാളെ പേടിച്ചിട്ടാണ് നമ്മുടെ വാങ്ചോയും അയാൾക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ ഇവളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മുട്ടയും കൈക്കലാക്കിയിട്ട് അവരവിടെ പോകുന്നുണ്ട്. വാങ്ചോ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു സ്പൈഡർ കടിച്ചതിനുള്ള ആൻറ്റിഡോട്ടും കാര്യങ്ങളൊക്കെ അവൾക്ക് വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് വഞ്ചിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നത്. ഡ്രാഗൺ അപ്പോഴത്തേക്കും ഈ ഒരു വഴിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡ്രാഗൺ നന്നേ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിങ്ങിന് ബോധം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം കൗൺസിലർ ഡേവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ട ഉപയോഗിച്ചിട്ട് അവന് വീണ്ടും ഇമ്മോർട്ടൽ ആവാനായിട്ട്, അതായത് ആ ഒരു വ്യാധി, അതായത് അവൻ്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യാധിയും കാര്യങ്ങളൊക്കെ അവനും വരുന്ന ഉറപ്പായതുകൊണ്ട് ഈ ഒരു മുട്ട ഉപയോഗിച്ചിട്ട് ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് ഇമ്മോർട്ടൽ ആവാനായിട്ട് പോവുകയാണ്. ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും വാങ്ചോയും തടയുന്നുണ്ട്. പക്ഷേ വാങ്ചോനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പൈഡേഴ്സിനൊക്കെ ഉപയോഗിച്ചിട്ട് വല നെയ്ത് ചുറ്റിക്കെട്ടി അവിടെ ബന്ദിയാക്കി വെച്ചേക്കാണ്. അപ്പോഴേക്കും പിങ് അവിടേക്ക് എത്തുന്നുണ്ട്. ഡ്രാഗൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കവാടത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ക്വാൻ, അതായത് ക്യാപ്റ്റൻ ക്വാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ക്വാനെ ഈ ഒരു സ്പൈഡറും കാര്യങ്ങളൊക്കെ ആക്രമിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പിങ് രക്ഷിക്കുന്നുണ്ട്. വലയിൽ പെട്ട് കിടക്കുന്ന വാങ്ചോയെ ഇവർ രക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു എലിക്കുഞ്ഞനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രാഗൻ്റെ അടുത്ത് പോയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡ്രാഗൻ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. ഒരുവിധം ഡ്രാഗൻ അത് മനസ്സിലാക്കിയെടുത്തു. ക്യാപ്റ്റനായിട്ടുള്ള ആ ക്വാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രക്രിയ, അതായത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് തടയാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അവനങ്ങനെ ഷോക്ക് ഏറ്റിട്ട് അവിടേക്ക് വീഴുകയാണ്. അതായത് അവൻ്റെ മേലുള്ള ആ ഒരു ആത്മാവിനെ, അല്ലെങ്കിൽ അവന് പെട്ടെന്ന് വയസ്സായി മാറുകയാണ്. അതായത് അവൻ്റെ ആ ഒരു കീ എന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ എനർജി ഈ ഒരു പ്രക്രിയയിലേക്ക് എടുക്കുകയാണ്. പക്ഷേ വാങ്ചോ ഒരു ഡ്രാഗൺ കീപ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെരിമെൻറ്റ് പകുതി വഴിയെ നിർത്തിച്ചിട്ട് ആ ഒരു മുട്ടയുണ്ടല്ലോ, ആ മുട്ട ഇവർ കൈക്കലാക്കുകയാണ്. പക്ഷേ എല്ലാം വൈകി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു കൗൺസിലർ ഡാനാണെന്നുണ്ടെങ്കിൽ ഒരു ഭീകരൻ മോൺസ്റ്ററായിട്ട് മാറിയേക്കാണ്. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പിങ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവനെ നേരിട്ടോളാം എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ക്വാൻ്റെ അടുത്ത് ഈ ഒരു മുട്ട ഏൽപ്പിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഈ ഒരു മുട്ട സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മോൺസ്റ്ററിനെ നമ്മുടെ പിങ് ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഡ്രാഗനായിട്ടുള്ള ഡാൻസി ഡ്രാഗണും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പല ശവകുടീരങ്ങളിലൊക്കെ നമ്മുടെ ഫറവോ പോലുള്ള സാധനങ്ങൾ വരില്ലേ, അതുപോലുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ട് ഈ ഒരു ക്യാപ്റ്റൻ ക്വാനെ ആക്രമിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ക്വാൻ്റെ പടയാളികളാണെന്നുണ്ടെങ്കിൽ ഒപ്പം കൂടിയിട്ട് അവരൊക്കെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ പെട്ടെന്ന് തന്നെ തകരാൻ പോകുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഡ്രാഗണും, അതായത് ഡാൻസി ഡ്രാഗനും നമ്മുടെ പിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു വിദ്യ പ്രയോഗിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഒരുപാട് സ്പിരിച്വൽ എനർജി ഈ ഒരു മോൺസ്റ്ററിന് നേരെ, അതായത് നമ്മുടെ കൗൺസിലർ ഡോയ്ക്ക് നേരെ പ്രയോഗിക്കുകയാണ്. ആ ഒരു സ്പിരിച്വൽ എനർജി തട്ടിയിട്ട് ആ ഒരു മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം വലുതാവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബിൽഡിങ് അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ആ ഒരു മോൺസ്റ്റർ അവിടെ ഇല്ലാതാവുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടി ചേർന്ന്, കുഞ്ഞനേലിയും നമ്മുടെ
ഡാൻസി ഡ്രാഗണും പിന്നെ അതുപോലെ തന്നെ പിങ്ങും കൂടി ചേർന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ക്വാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ട ഈ ഒരു പിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിങ്ങും പിന്നെ അതുപോലെ തന്നെ ഡ്രാഗണും കുഞ്ഞിനലിയും കൂടി അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. ആ ഒരു മുട്ടയിൽ നിന്ന് കായ് എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു ഡ്രാഗൺ പുറത്തേക്ക് വരാനായിട്ട് അവരൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ആ ഒരു വെള്ളത്തിൽ മുട്ട നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ഡ്രാഗൺ നല്ലേ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രാഗൺ, അതായത് ഡാൻസി ഡ്രാഗൺ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട്. പക്ഷേ നമ്മുടെ പിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ട പോയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു കുഞ്ഞു ഡ്രാഗൺ, ഇതുവരെ നമ്മൾ കാണാത്ത ആ ഒരു കായ് എന്ന് പറയുന്ന ഡ്രാഗൺ കുതിച്ചു കയറുന്നിട്ട് നമ്മുടെ പിങ്ങിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു കുഞ്ഞു ഡ്രാഗന് നമ്മുടെ ഡാൻസി ഡ്രാഗൻ്റെ സ്മെല്ലടിക്കുന്നത്. ഉടൻ തന്നെ ഈ ഒരു കുഞ്ഞു ഡ്രാഗൺ ഡാൻസി ഡ്രാഗൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും ഡാൻസി ഡ്രാഗൺ മരിക്കാറായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇവർക്ക് 3 പേർക്കും നല്ല രീതിയിൽ സങ്കടമാവുന്നുണ്ട്. കുഞ്ഞനലിയാണെന്നുണ്ടെങ്കിൽ ഡ്രാഗൻ്റെ ആ ഒരു മുഖത്ത് പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പിങ്ങിന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിങ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ ആ ഒരു സ്പിരിച്വൽ എനർജി മുഴുവൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഡ്രാഗനെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ 3 ചേർന്നിട്ട് ഈ ഒരു കുഞ്ഞു ഡ്രാഗനും കുഞ്ഞനലിയും നമ്മുടെ പിങ്ങും ചേർന്നിട്ട് ആ ഒരു അവരുടെ പഴയ നാട്ടിലേക്ക് തന്നെ യാത്ര തിരിക്കുന്ന ഒരു സീനിലാണ് ഈ മനോഹരമായിട്ടുള്ള സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സിനിമ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കിയിട്ടേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ മൂവി സജഷൻസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് മടിക്കരുത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.